ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലാണ്. നമുക്ക് മൊബൈൽ ഇല്ലാണ്ട് ജീവിക്കാൻ മേലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിവാക്കാൻ മേലാത്ത ഒരു വസ്തുവായി തീർന്നിരിക്കുകയാണ് മൊബൈൽ. ആ മൊബൈലിലുള്ളത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അത് നിസ്സാരം പറഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷനുള്ള അല്ലെ പൈസ എടുക്കാനുള്ള ബാങ്ക് വരെ നമ്മുടെ മൊബൈൽ ഫോണിൽ വന്നിരിക്കുകയാണ്. എന്നാൽ പഴയ കാലത്ത് നമുക്ക് റേഡിയോ ഉണ്ടായിരുന്നു. റേഡിയോ വന്നു, ക്യാമറ വന്നു, അതുപോലെ ഡോക്യുമെൻറ്റ്സ്, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, വീഡിയോ, ഫോട്ടോഗ്രാഫി എന്നിവേണ്ട എല്ലാം തന്നെ നമ്മുടെ മൊബൈലിൽ വന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് മൊബൈലിനെ ആശ്രയിച്ചാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഇതുകൊണ്ട് നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ഉപകരണമാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പലർക്കും ഉപദ്രവവും ആയിട്ട് വരുന്ന രീതിയിലാണ് മൊബൈലായി തീർന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ലതായിട്ടും മോശമായ രീതിയിൽ ഉപയോഗിച്ചാൽ മോശമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സാധാരണ ടി വി ആയിരുന്നു. ആ ടി വി മാറി ഇപ്പോൾ നമുക്ക് സാധാരണ ടി വി കിട്ടത്തില്ല. നമുക്ക് സ്മാർട്ട് ടി വിയുടെ അവസ്ഥയ്ക്ക് വന്നു. സ്മാർട്ട് ടി വി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് സ്മാർട്ട് ടി വി ഉപയോഗിക്കാം. അപ്പോൾ മൊബൈൽ സ്ക്രീൻ ചെറുതായതുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ടി വിയിൽ വലിയ സ്ക്രീനിൽ തന്നെ നമുക്ക് നെറ്റ് അതുപോലെയുള്ള ഉപയോഗിച്ച് അതുപോലുള്ള വീഡിയോകൾ അതുപോലെയുള്ള കാര്യങ്ങൾ ടി വി വാർത്തകൾ കാണുന്നതിനേക്കാളുപരി നെറ്റും കൂടെ യൂസ് ചെയ്ത് നമുക്ക് വലിയ സ്ക്രീനിൽ കണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് വാർത്തകൾ നമ്മൾ ടി വിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ വാർത്തകൾ ടി വി കാണുന്നതിന് ഉപരിയായിട്ട് ഇപ്പോൾ മൊബൈലിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഒരു ഫലമായിട്ട് ഇപ്പോൾ വാർത്താ ചാനലുകളൊക്കെ ടി വിയോടൊപ്പം തന്നെ നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇപ്പം മൊബൈലിൽ തന്നെ കാണാം. നമ്മൾ യാത്രയിലും ജോലി എടുക്കുന്ന സമയത്തും എല്ലാം നമുക്ക് ഈ മൊബൈലിൽ കൂടി നമുക്ക് വാർത്തകൾ അതുപോലെ നമ്മുടെ സമൂഹത്തിലെ കാര്യങ്ങളെല്ലാം മിനിറ്റിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ആഴ്ച നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഒരു മാസങ്ങൾക്ക് മുമ്പ് അർജുനൻ്റെ ലോറി വെള്ളത്തിൽ പോയി നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൂടാണ്ട് അതിന് ശേഷം ഉള്ള സംഭവങ്ങൾ അത് 2-3 ആഴ്ചയോളം അതിൻ്റെ വാർത്തകളുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ദുരന്തവും ഏകദേശം 2-3 ആഴ്ചയോളം മിച്ചം അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പോയി. ഇതെല്ലാം നമ്മുടെ മൊബൈലിൽ കൂടിയുള്ള വാർത്തകളിൽ കൂടിയാണ് നമ്മളിതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹേമ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാർത്തകളാണ്. ഇപ്പം മാധ്യമങ്ങൾ അതുപോലെയുള്ള യൂട്യൂബ് ന്യൂസുകളിൽ കൂടി എല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് ഈ ഹേമ റിപ്പോർട്ട്. സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് അതിനെക്കുറിച്ച് ആ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഫോൺ വന്നു. 2 പെൺകുട്ടികൾ നടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു വാഹനം ഇടിക്കാൻ വന്നു എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയിരുന്ന ഒരറിയിപ്പ്. അതും പ്രകാരം നമ്മൾ ഈ ഫോണിൽ കൂടിയാണ് നമുക്ക് ഈ അറിയിപ്പ് കിട്ടുന്നത്. ഇന്ന സ്ഥലത്ത് വെച്ച് വാഹനം ഇടിക്കാൻ വന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. അതനുസരിച്ച് ഞങ്ങൾ അവിടെ ചെന്നു അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പരാതി പറഞ്ഞിരുന്ന പെൺകുട്ടി, ഫോണിൽ വിളിച്ച് പറഞ്ഞ പെൺകുട്ടി ചോദിച്ചു എന്താണ് ജോലി. നമ്മൾ ചോദിച്ചു എവിടെയാണ്, ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച സമയത്ത് ആ പെൺകുട്ടി ഈ നാടകത്തിൽ, സീരിയലിൽ, സിനിമയിലൊക്കെ ചെറിയ ചെറിയ റോളുകളിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ പെൺകുട്ടിയോട് ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കൂട്ടുകാരിയും കൂടെ കൂടി റോഡ് സൈഡിൽ കൂടെ നടന്നത്, അവരുടെ വീടിൻ്റെ അടുത്തുള്ള റോഡ് സൈഡിൽ കൂടെ നടന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു വണ്ടി വന്ന് അവരുടെ നേർക്ക് തടഞ്ഞു. യാദൃശ്ചികമായിട്ടല്ല, മനഃപൂർവ്വം അവരുടെ നേരെ വന്നു.
അവർ ഓടിച്ചാടി മാറിയതുകൊണ്ട് തട്ടാണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, വണ്ടിയുടെ നമ്പർ അറിയാവോ എന്ന് നമ്മൾ ചോദിച്ചു. അപ്പോൾ വണ്ടിയുടെ നമ്പർ അറിയാമെന്ന് പറഞ്ഞു. ഈ വണ്ടിയുടെ നമ്പർ കൃത്യമായിട്ടും പറഞ്ഞു തന്നു. നമ്മൾ അന്നേരം തന്നെ ഈ നമ്പർ എടുത്തിട്ട് ഇപ്പം തന്നെ ആ വണ്ടി എന്താണെന്ന് പോയി നോക്കാമെന്നും പറഞ്ഞു. ഞങ്ങൾ ആ വണ്ടിയുടെ നമ്പറിൻ്റെ ഉടമസ്ഥനെ ഏകദേശം അവിടെ നിന്ന് 2-3 കിലോമീറ്റർ ദൂരത്ത് ഈ വണ്ടിയുടെ ഉടമസ്ഥനെ ചെന്ന് കണ്ടെത്തുകയുണ്ടായി. ഈ ഉടമസ്ഥനെ കണ്ട് എത്തുകയുണ്ടായി. ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ ചെയ്തതെന്ന് നമ്മൾ ചോദിച്ച സമയത്ത് പറഞ്ഞു, സാറേ, ആ പെൺകുട്ടി എൻ്റെ പെങ്ങളുടെ മകളാണെന്ന് പറഞ്ഞു. അന്നേരമാണ് നമ്മൾ അറിയും. പക്ഷേ പെൺകുട്ടി അന്നേരം പറഞ്ഞില്ലായിരുന്നു ആരെന്താ, ഒരു വണ്ടി വന്നു എന്ന് തട്ടാൻ വന്നു എന്നാണ് പറഞ്ഞത്. പെൺകുട്ടിക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞു, എൻ്റെ പെങ്ങൾ. എന്താണ് നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചൊന്നുമില്ല. പറഞ്ഞു, ഞാൻ ഒരു വാഹനത്തിന് ഓട്ടം പോയ സമയത്ത് ഈ പെൺകുട്ടി അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള സിനിമയുടെ സൈറ്റിൽ അവിടെ സെറ്റിൽ ചെന്ന സമയത്ത് അവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവിടെ മണിക്കൂറുകളോളം ഈ അമ്മാവൻ, പെൺകുട്ടിയുടെ അമ്മയുടെ ആങ്ങളെ എന്ന് പറയുന്ന ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ യാദൃശ്ചികമായിട്ട് ഓട്ടം ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ അവിടെ വെച്ചിട്ട് കണ്ടൊരു സന്തോഷത്തിൽ ഈ പെൺകുട്ടിയുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന പെൺകുട്ടിയുടെ അമ്മയാണ്. പെൺകുട്ടി അവിടെ സെറ്റിലുണ്ട്. അപ്പോൾ അവർ ഫ്രീ ടൈമാണ്. അപ്പം പുള്ളിനകത്തേക്ക് കയറ്റി വിടുന്നില്ല. പുള്ളി പുറത്തു നിന്ന സമയത്ത് ഇവരെ കാണാനും സംസാരിക്കാനും ഒക്കെ ആയിട്ടൊരാഗ്രഹം കൊണ്ട് പുള്ളി അവിടെ നിന്നു. പക്ഷേ ഇവർ മണിക്കൂറുകളോളം കാത്തു നിന്നിട്ട് ഇവരിറങ്ങി ചെല്ലുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. ഈ പുള്ളിക്ക് ഈ പെൺകുട്ടിയോട് അത്രയും ഇഷ്ടമായിരുന്നു. പുള്ളിക്കുള്ളത് 2 ആൺമക്കളായിരുന്നു. ഈ 2 ആൺമക്കളുള്ളതുകൊണ്ട് പെങ്ങളുടെ ഒരു മകളുണ്ട്. അത് സ്വന്തം പിള്ളേരെക്കാളും കൂടുതലായിട്ട് ഈ പുള്ളി സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു പെങ്ങളുടെ മകൾ. കാരണം സ്വന്തം മക്കൾ അതുപോലെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇത് സിനിമാ സൈറ്റിൽ അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് പുറത്തോട്ട് ഇറക്കി വിടുകയിലായിരിക്കും. സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും അവിടെ. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആ സാഹചര്യത്തിൽ പുള്ളിക്ക് എന്ത് ചെയ്ത്, പെട്ടെന്ന് ദേഷ്യം വന്നു. ഇത്രയും ദൂരം അവിടെ ചെന്ന് കാണാനായിട്ടൊന്ന് ശ്രമിച്ചപ്പോൾ കാണാൻ പറ്റാത്ത ദേഷ്യം കൊണ്ട് പുള്ളി വീട്ടിൽ വന്നു. ഇവർ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പെൺകുട്ടി ഇല്ല. പുള്ളി ആ വീട്ടിൽ നിന്ന് വാഹനമായിട്ട് പുള്ളിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ പെൺകുട്ടിയും കൂട്ടുകാരിയും കൂടെ നടന്നു വരുന്നത്. അപ്പോൾ വിളിച്ചില്ല, അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിയില്ല എന്നും പറഞ്ഞിട്ടാണ് ഈ പുള്ളി ദേഷ്യത്തിൽ ഈ പെൺകുട്ടിയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടി ആ പുള്ളിക്ക് ആ കൊച്ച് മിണ്ടിയില്ല. അതുപോലെ സ്നേഹിച്ചുകൊണ്ടിരുന്നൊരു പെൺകൊച്ചാണ്. അവള് മിണ്ടിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആ വണ്ടി തട്ടാനായിട്ട് ശ്രമിച്ചത്. സാറേ, ചുമ്മാ പേടിപ്പിക്കാനായിട്ടൊന്നും ചെയ്തത്, അന്നേരം വന്ന പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിന് ചെയ്തതാണ് എന്ന് നമ്മോട് പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും പെൺകുട്ടി അവരുടെ വീട്ടുകാരും ഒക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സ്വന്തം അമ്മാവനല്ലേ, ആങ്ങളെയല്ലേ, കേസൊന്നും വേണ്ട സാറേ, നമുക്ക് ഇത് ഇനി ആവർത്തിക്കാതെ മുന്നോട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് തീർക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറ കഥകൾ നമ്മൾ ഇതിനകത്ത് ചേഞ്ചെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ നമ്മളൊരു കേസുമായിട്ട് ബന്ധപ്പെടുമ്പോഴത്തേക്ക് ആൾക്കാർ ഒത്തിരി നല്ലതും പറയും, മോശവും പറയും. അതിനകത്ത് ആ അമ്മാവൻ എന്ന് പറയുന്നയാൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അമ്മാവനോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിന് പുറത്ത് നിന്ന ആൾക്കാർ പറഞ്ഞു കൊടുത്തു. അതാണ് അവിടെ സംഭവിച്ചത്. മോശമായിട്ടുള്ള കാര്യമായിരിക്കും പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടായിരിക്കും പുള്ളിക്ക് അത്രയും ദേഷ്യം വന്നത്. സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച പെൺകുട്ടി അവിടെ ചെന്ന് സിനിമയിൽ അഭിനയിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ പുള്ളിയോട് കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ പ്രശ്നം ഒഴിവായി പോകാമായിരുന്നതാണ്. പക്ഷെങ്കിൽ ആ സാഹചര്യം കിട്ടിയില്ല, അവരതിനെ അനുവദിച്ചില്ല. അങ്ങനെ ആ പുള്ളിക്ക് വന്ന ദേഷ്യം കൊണ്ടാണ്. എങ്ങനെയാണെങ്കിലും ആ കേസ് നമ്മൾ അവർക്ക് പരാതിയോ കാര്യങ്ങളൊന്നുമില്ല, ഒന്ന് വാങ്ങിച്ച് ചെയ്ത് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. കാരണം എല്ലാ ആങ്ങളെയും പെങ്ങളും എല്ലാവരും ഒരു കുടുംബത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നതുകൊണ്ട് ആ പ്രശ്നം അവിടെ തീർന്നു പോയി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഞാനത് കഥയായിട്ട് ഇത് നടന്ന കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഫീൽഡിൽ പോയി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഇപ്പോൾ സിനിമാ വിഷയത്തിലാണെക്കുറിച്ചും നമ്മൾ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് എൻ്റെ ഓർമ്മയിൽ വന്നു. ഇപ്പം ഈ ചർച്ച നടക്കുന്നൊരു പശ്ചാത്തലത്തിൽ ഞാനൊരു കഥ പറഞ്ഞതുള്ളൂ. അതുകൂടാണ്ട് സിനിമ അല്ലെങ്കിൽ ഇതിൻ്റെ ഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അനേകം കേസുകൾ നമുക്ക് അറിവിലുണ്ട്, നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള എപ്പിസോഡ് അല്ല അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ നടന്ന സംഭവമാണത്.
ഇതിനെക്കുറിച്ചുള്ളത്. അപ്പോൾ വീണ്ടും നമുക്ക് തുടർന്ന് കാണാം. ഓക്കെ, ബൈ, താങ്ക്സ്.